ഹായ്, വെൽക്കം ടു ഐസഡ് ബി അക്കാഡമി. ഐസഡ് ബി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അനുരാജ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് NDPCയെ കുറിച്ച്. NDPC RRB നടത്തുന്ന ഒരു എക്സാം ആയിട്ടുള്ള NDPC നോൺ ടെക്നിക്കൽ എക്സാമാണ് എന്ത് NDPC എന്ന് പറഞ്ഞാൽ. അതിനെക്കുറിച്ച് നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പം NDPC എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിനകത്ത് ഏതൊക്കെ ജോലികൾ വരും, അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഏജ് കാറ്റഗറി എന്താണ്, എക്സാം പാറ്റേൺ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. എന്താണ് ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും അയക്കാൻ പറ്റുന്ന എക്സാമാണ് എന്ത് നമുക്ക് NDPC എന്ന് പറയുന്നത്. ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളവർക്കും ഡിഗ്രി ഇല്ലാത്തവർക്കും അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്ക് നമുക്ക് എന്താണ് NDPC എക്സാം വിളിക്കുന്നതാണ്. റെയിൽവേ കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാമാണ് കേട്ടോ. അതുപോലെ നമുക്ക് ഏജ് പറയുവാണെങ്കിൽ UG അണ്ടർ ഗ്രാജുവേറ്റ് +2 ഉള്ളവർക്ക് നമ്മൾ എന്താണ് പറയുന്നത്, 18 മുതൽ 30 വയസ്സ് വരെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. +2 ആണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ. നമുക്കത് കൂടാതെ തന്നെ SC STക്ക് 5 കൊല്ലം, OBCക്ക് 3 കൊല്ലം, അതേപോലെ എങ്ങനെയാണ് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എന്ത് നമുക്ക് ഇത് റിലാക്സേഷൻ നമുക്ക് എന്തുണ്ട്, ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. കൂടാതുള്ള കാര്യം ജനറലിനുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത് 18 മുതൽ 30 വരെ. അതേപോലെ ആണെങ്കിൽ ഗ്രാജുവേറ്റിൻ്റെ കാര്യവും 18 മുതൽ 33 വയസ്സ് വരെ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതിൽ ചില പോസ്റ്റുകൾക്ക് എന്താണ് നമുക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കുക. ഏതൊക്കെ ആയിരിക്കും, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ നമ്മൾ ടിക്കറ്റ് മേടിക്കാനിരിക്കില്ലേ, അപ്പം അത് ഈ NDPC വഴി നമ്മൾ എഴുതി കയറുന്നതാണ്. അതേപോലെ നമ്മൾ ട്രെയിനിൽ നമ്മുടെ TT വരുമില്ലേ, അത് നമ്മൾ NDPC വഴി കയറുന്നതാണ്. അല്ലാണ്ട് ഈ ഗുഡ്സ് ട്രെയിനുകളിൽ ഒരാൾ ഗുഡ്സ് ക്ലർക്ക് എന്നും പറഞ്ഞൊരു വ്യക്തി ഉണ്ടാവും. അതേപോലെ തന്നെ എന്താണ് റെയിൽവേ സ്റ്റേഷനുകളിൽ ആ ടൈപ്പ് ജോലികൾ ചെയ്യുന്ന ക്ലറിക്കൽ പോസ്റ്റ് ജോലി ചെയ്യുന്ന, അല്ലെ ടൈം കീപ്പ് ചെയ്യുന്ന, ഇവർക്കെല്ലാം എന്താണ് നമ്മൾ NDPC വഴി കയറുന്ന ജോലികളാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. നമ്മുടെ എക്സാം എങ്ങനെയാണ്, ഫസ്റ്റ് ടയർ എക്സാം ഉണ്ട്, CBT 1 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം 1, പ്രിലിംസ് എന്നൊക്കെ നമ്മൾ PSCയിൽ പറയുന്ന പോലെ, മെയിൻസ് എന്ന് പറയുന്ന പോലെ CBT 2 ഉണ്ട്, ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ ഉള്ള കാര്യത്തിനാണെങ്കിൽ മെഡിക്കൽ, ഇല്ലെങ്കിൽ ഡയറക്റ്റ് എന്താണ് നമ്മുടെ ബാക്കി പ്രോസസ്സിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇത് 2025 എക്സാം എന്ന് വിളിച്ചു. ഇനി വരാൻ പോകുന്നത് നമ്മൾ പറയും, കഴിഞ്ഞതിന് എന്നാണ് എക്സാം വിളിച്ചത്, എന്നാണ് അതിൻ്റെ എന്ത് നടന്നത്, ലാസ്റ്റ് ഡേറ്റ് എന്നായിരുന്നു, അതേപോലെ ആപ്ലിക്കേഷൻ വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്തു, എക്സാം എന്ന് നടന്നു. ഓക്കെ, അത് ജസ്റ്റ് കൊടുത്തതേ ഉള്ളൂ. നമുക്കിനി എക്സാമിൻ്റെ പാറ്റേൺ ഒന്ന് നോക്കാം. CBT 1നും 2നും ഉള്ളത്. 1ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്ട് ജനറൽ അവയർനെസ്, നമ്മുടെ GK 1 100 മാർക്കിനാണ്, 100 ക്വസ്റ്റ്യൻ 100 മാർക്കിന്. ഓക്കെ, എത്ര 40 ക്വസ്റ്റ്യൻ ഏതിൽ നിന്ന്, 40 ക്വസ്റ്റ്യൻ നമുക്ക് ജനറൽ അവയർനെസ് GK, അതിനകത്ത് കറണ്ട് അഫെയർ എല്ലാം വിടുന്നതായിരിക്കും. മാത്സിന് എത്ര 30 ക്വസ്റ്റ്യൻ, റീസണിങ്ങിന് എത്ര 30 ക്വസ്റ്റ്യൻ. അപ്പം മാത്സിന് 30, റീസണിങ്ങിന് 30, GKക്ക് 40, 90 മിനിറ്റ് ഉണ്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. നമ്മളിനി CBT 2ലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്കിനാ, 120 മാർക്കിനാണ്. ഈ 120 മാർക്കിൽ 50 മാർക്കിന് GK ഉണ്ട്, 35 മാത്സ് ഉണ്ട്, 35 എന്തുണ്ട് നമ്മളുടെ റീസണിങ് ഉണ്ട്. ടൈം മാറുന്നുണ്ടോ, 90 മിനിറ്റ് തന്നെ നമുക്കുള്ളൂ. 90 മിനിറ്റിൽ 120 ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്തിരിക്കണം. അപ്പോൾ അവിടെ ആക്യുറസിയും സ്പീഡിനുമാണ് എന്ത് നമ്മുടെ NDPCയിൽ ഇമ്പോർട്ടൻസ്. അതേപോലെ കട്ട് ഓഫ് കൂടുതലായിരിക്കും ഉറപ്പായിട്ടും. എന്താണ് നമ്മുടെ ഫിസിക്കലൊന്നും വേണ്ടാത്ത എക്സാം ആയതുകൊണ്ട് കട്ട് ഓഫ് കൂടുതലായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക, പഠിച്ച് തുടങ്ങാൻ ഇരിക്കുന്ന ആൾക്കാർ. അതേപോലെ നമ്മുടെ എന്തൊക്കെയായിരിക്കും ഓരോ സബ്ജക്റ്റിലും വെയിറ്റേജ് കൂടിയതിലുള്ള നമ്മൾ ഇത്രയും കാലം അടുത്തനുസരിച്ച് നോക്കുമ്പോൾ നിലവിൽ റെയിൽവേ കാണിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കറണ്ട് അഫെയർ വെച്ചാണ് ബാക്കി ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എക്കണോമിക്സിൽ നിന്നും ചോദ്യം ഉണ്ടെന്ന് പറയും, പക്ഷേ കറണ്ട് അഫെയർ ബേസ്ഡ് എക്കണോമിക്സ് ചോദിക്കും അവർ. മനസ്സിലായോ? കോൺസ്റ്റിറ്റ്യൂഷനിൽ ചോദ്യം ഉണ്ടെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ റീസെൻ്റായിട്ട് നടന്ന അമെൻമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം കൂടെ വെച്ച് അവർ ചോദ്യം ചോദിക്കും. മനസ്സിലായോ? അപ്പം നമ്മളുടെ ഈ കറണ്ട് അഫെയറിനുള്ള പ്രാധാന്യം കൂടി എന്ന് തന്നെ മനസ്സിലാക്കുക. കറണ്ട് അഫെയർ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. റീസെൻ്റായിട്ട് വന്ന എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ 2 തവണ നടന്ന GD എക്സാംസ്, ഗ്രൂപ്പ് D എക്സാം എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്. അതിന് 20 ചോദ്യം GK ചോദിക്കുന്നതിൽ 19 ചോദ്യവും കറണ്ട് അഫെയർ ബേസ്ഡ് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ്
ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണ് റെയിൽവേക്ക്? 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. അത് എത്രയാണ്? 400 രൂപ നമുക്ക് റീഫണ്ടായിട്ട് കിട്ടുന്നതായിരിക്കും. SC ST വുമൺ EBC ഇവർക്ക് എല്ലാവർക്കും എത്ര? 250 ആയിരിക്കും. അവർക്ക് ഫുൾ 250 എന്താണ് റീഫണ്ട് കിട്ടുന്നതായിരിക്കും. 250 എക്സാം എഴുതി കഴിഞ്ഞാൽ അവർക്ക് ഫുള്ള് കിട്ടും. ബോയ്സിനാണെങ്കിൽ എന്താണ് 500 കൊടുക്കണം, 400 റീഫണ്ട് കിട്ടും എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാണ്ട് നമുക്ക് എന്താണ് ഇതിൻ്റെ സാലറി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ലെവൽ 6 പോസ്റ്റും ഉണ്ട്, ലെവൽ 5 പോസ്റ്റും ഉണ്ട്, ലെവൽ 3 പോസ്റ്റും ഉണ്ട്, ലെവൽ 2 പോസ്റ്റും ഉണ്ട്. ഇതിൽ മനസ്സിലാക്കേണ്ടത് ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ ആയിരിക്കും ലെവൽ കൂടിയ പോസ്റ്റുകൾ, +2 ലെവൽ എഴുതുന്നതിന് ഇത് കുറഞ്ഞതായിരിക്കും. ഈ എഴുതിയേക്കുന്ന സാലറി കണ്ട് നിങ്ങൾ ഞെട്ടണ്ട. ഇത് എന്താണ് നമ്മുടെ ബേസ് മാത്രമാണ് എഴുതിയേക്കുന്നത്. ഇൻ ഹാൻഡ് കിട്ടുമ്പോൾ ഇതൊന്നും അല്ല ഇൻ ഹാൻഡ് കിട്ടുന്നത്. നല്ല ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പം തന്നെ ഒരു 35-40 എബോ ആ ഒരു റേഞ്ച് ഇപ്പം തന്നെ നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 8th പേ സൈക്കിൾ വരുമ്പോൾ, പേ സ്കെയിൽ വരുമ്പോൾ ഇതെല്ലാം എന്തായിട്ട് മാറും? 50,000-ന് മുകളിൽ തട്ടും. ഉറപ്പായിട്ടും 50,000-ന് മുകളിലേക്ക് നിങ്ങളുടെ സാലറി എത്തുന്നതാണ്. ഏത്? നമ്മുടെ NDPCയുടെ സാലറി നിങ്ങൾ ഉറപ്പായിട്ടും എത്തും. നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, NDPC അടുത്ത സൈക്കിൾ ഇപ്പോൾ വീണ്ടും വരാൻ പോവാണ്. NDPC നമ്മുടെ അടുത്ത സൈക്കിൾ, ഇത് 2026 കലണ്ടറാണ്. ഇതിനകത്ത് പറയുന്നതനുസരിച്ച് ജൂലൈ സെപ്റ്റംബറിൽ NDPC വിളിക്കേണ്ടതാണ്. ഓക്കെ, ജൂലൈ സെപ്റ്റംബറിൽ NDPC വിളിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ NDPC വരുന്നതായിരിക്കും. ഒരു NDPC ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഓക്കെ, കുറച്ച് നാൾ മുമ്പ് NDPC കഴിഞ്ഞതേ ഉള്ളൂ. അടുത്ത NDPC റെയിൽവേ ഇപ്പോൾ എല്ലാ കൊല്ലം എക്സാം നടത്തുന്നത് കൊണ്ട് അടുത്ത NDPC സൈക്കിൾ ഉടനെ ഉണ്ടാകുന്നതാണ്. നേരത്തെ പഠിച്ചു തുടങ്ങുക. കാരണം കോമ്പറ്റീഷൻ, നമ്മൾ ലോകത്തെ ഏറ്റവും പോപ്പുലസ് ആയിട്ടുള്ളൊരു കൺട്രിയിൽ നിന്ന് അല്ലേ 1-2 നമ്മൾ ഒന്നാണ്ടാണ് പറയുന്നത്, സർവേ റിപ്പോർട്ടൊന്നും വന്നിട്ടില്ലല്ലോ, ആ രാജ്യത്താണ് നമ്മളൊരു ജോലിക്ക് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഓർക്കുക. അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള വർക്ക് ചെയ്തിരിക്കണം. അപ്പം നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്താൽ കിട്ടും. ഉറപ്പായിട്ടും വർക്ക് ചെയ്താൽ ആർക്കും കിട്ടും. കുറച്ച് ലക്ക് ഫാക്ടർ ഇതിലുണ്ട്. ലക്കില്ലാന്ന് ഞാൻ ഒട്ടും പറയില്ല, പക്ഷേ ലക്ക് മാത്രം കൊണ്ട് ഒരാൾക്ക് ജോലി കിട്ടുമെന്നും ഞാൻ പറയില്ല. പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമയെന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം സാർ പഠിച്ചു തുടങ്ങിയാൽ പോരെ, എവിടെയെങ്കിലും ക്ലാസ്സിനൊക്കെ പോയി തുടങ്ങിയാൽ പോരെ, ഒരു കോഴ്സൊക്കെ എടുത്താൽ പോരെ? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. നിങ്ങൾ ഇന്ന് പഠിച്ചു തുടങ്ങുക. പറ്റുമെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങുക. നേരത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പഠിക്കുന്നത് ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അറ്റത്തറ്റത്ത് വരും, അല്ലെ ജസ്റ്റ് കട്ട് ഓഫ് ഒന്ന് ക്ലിയർ ചെയ്യുന്ന സ്റ്റേജിലേക്ക് എത്തും, ജോലി കിട്ടൂല്ല. നമ്മൾ ജോലിയിലേക്ക് എത്തില്ല. ഒരു കൊല്ലം നമ്മൾ ശരിക്കും പണിയെടുത്താൽ നമുക്ക് ജോലി കിട്ടും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? എക്സാം എടുക്കും തോറും ആ ഒരാഴ്ചയിൽ ആ ഒരു 3-4 മാസം വരെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കും. നമ്മളൊരു സിസ്റ്റമാറ്റിക്കായിട്ട് പോയില്ല, പിന്നെയും ബ്രേക്ക് എടുക്കും. ബ്രേക്ക് എടുക്കാണ്ട് ജോലി കിട്ടുന്നത് വരെ പഠിച്ച് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഏറ്റവും കുറഞ്ഞ ടൈമിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നതായിരിക്കും. ബാക്കി കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്ത് തരുന്നുണ്ട്? നിങ്ങൾക്കൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സിനെ കുറിച്ചിട്ടുള്ള എന്ത് ഡൗട്ടും റെയിൽവേയുടെ അറിയാമല്ലോ, സിലബസുകളെല്ലാം SSC റെയിൽവേക്കും ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഒഴിച്ച് ബാക്കിയെല്ലാം സെയിം ആണ്. മാറ്റങ്ങളൊന്നും വരുന്നില്ല. CHSLൻ്റെ അതേ സിലബസൊക്കെ തന്നെയാണ് റെയിൽവേക്കുള്ളത്, ഇംഗ്ലീഷ് വരുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ കോഴ്സിന് ചേരാവുന്നതാണ്. നമ്മുടെ ടീമിനെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. കോഴ്സിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ടീം തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു പുതിയ അപ്ഡേറ്റുമായിട്ട് വരുന്നത് വരെ കാണാം.